പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് എത്തി. അപ്പോൾ വയനാട്ടിനെ ചേർത്ത് പിടിച്ച് അവരെ കണ്ണീരൊപ്പി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും, കേന്ദ്രത്തിൻ്റെ സഹായം പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. വലിയ പ്രതീക്ഷയല്ലേ അത്? വലിയ പ്രതീക്ഷയാണ്. കാരണം പ്രതീക്ഷ എന്ന് പറയുന്നത് 2-3 തരത്തിൽ പ്രതീക്ഷകൾ കാണാം. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ടൈം ഷെഡ്യൂളൊക്കെ പാലിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നിശ്ചയിക്കാറ്. പറയുന്ന സമയത്ത് വരും, പോകുമെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു പോകും. അപ്പോൾ 3 മണിക്ക് പ്രധാനമന്ത്രി തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. 3 മണിക്ക് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ഫ്ലൈ ചെയ്ത് ഡൽഹിയിലേക്ക് എത്തുന്ന സമയം, അതിനുശേഷമുള്ള പ്രോഗ്രാമൊക്കെ PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഓരോ മിനിറ്റും മിനിറ്റ് ബൈ മിനിറ്റ് ഷെഡ്യൂൾഡാണ്. അല്ലാതെ നമ്മളൊക്കെ തോന്നുമല്ല രാവിലെ ഇറങ്ങി വേണേൽ തോന്നുമ്പോൾ പല്ല് വെച്ച് കുളിച്ച് ഇത് അങ്ങനെയൊന്നുമില്ല. ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും എന്ത് ചെയ്യണമെന്നുള്ള വളരെ പ്ലാൻഡാണ് പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയവരുടെയൊക്കെ പ്രോഗ്രാംസ്. അപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ കണ്ണൂരെത്തിയത് നിശ്ചയിച്ചതിനേക്കാൾ അരമണിക്കൂർ മുൻപേ എത്തി. തിരിച്ചു പോയത് 2.5 മണിക്കൂറോളം വൈകിട്ടാണ്. അതുതന്നെ അദ്ദേഹം നോക്കൂ, അവിടെ ചൂരൽമലയിലൊക്കെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് അത് നടന്നുപോയി. സുരേഷ് ഗോപിയെ കൂടെ ഉണ്ട്. നമ്മുടെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കൂടെ പോകാൻ കഴിഞ്ഞില്ല. അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയും ശാരീരിക ക്ഷമതയൊക്കെ വെച്ചിട്ട് കൂടെ പോകാൻ കഴിഞ്ഞില്ല. കൂടെ പോകാൻ കഴിയാതെ കുറ്റമൊന്നുമില്ല കേട്ടോ. കാരണം ഓരോരുത്തർ കപ്പാസിറ്റി ഉണ്ടല്ലോ. മോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പ്രായത്തിലും ഏതാണ്ട് നമ്മുടെ പിണറായി വിജയനോട് അടുത്ത പ്രായം, വളരെ വ്യത്യാസമൊന്നുമില്ല. പിണറായി വിജയനാണ് പ്രായം കൂടുതൽ. എന്നാൽ പോലും അദ്ദേഹം ഫിസിക്കലി ഫിറ്റാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആയാസരഹിതമായി ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററോളം ഈ ദുരന്ത മേഖലയിലേക്ക് നടന്നു പോകാൻ പറ്റി. കൂടെ ഒപ്പം സുരേഷ് ഗോപിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ഗവർണർ പോലും മാറിയിരുന്നു. അവിടെ വരെ പോയി കണ്ടു, ആ സ്കൂള് കാണണമെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്നിട്ട് ഒരു റൂട്ടിലൂടെ പലതവണ സഞ്ചരിച്ചു. അത്തരം മേഖലകളിലൂടെയൊക്കെ സാധാരണ പ്രധാനമന്ത്രി പോകത്തില്ല. പ്രധാനമന്ത്രിക്ക് പോകാൻ SPG സമ്മതിക്കത്തില്ല. കാരണം വിദൂരമായ ഒരു വശത്ത് കൊക്ക, തേയിലക്കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ പ്രശ്നം അതിഭീകരമാണ്. സുരക്ഷാ ഭീഷണിയുണ്ട്. അവിടെയൊന്നും ആവശ്യത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. തേയിലക്കാടുകൾ മുഴുവൻ പോലീസിനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ? ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശബരിമലയ്ക്ക് പോകണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ശബരിമലയ്ക്ക് പ്രധാനമന്ത്രിക്ക് വരാൻ കഴിയാത്തത്. പോകുന്ന വഴിക്കുള്ള കാടുകളിൽ സുരക്ഷ ഒഴിക്കാൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മോദി അവിടെ വന്നു, ആശുപത്രിയിൽ ചെന്നു. ലിസ്റ്റിലുള്ളവരെക്കാൾ കൂടുതൽ ആളുകളെ കണ്ടു. ആ നൈസാമോളെ വാരിക്കൊണ്ടതും ആ കുഞ്ഞ് വന്നിട്ട് പ്രധാനമന്ത്രിയുടെ താടിയിൽ പിടിച്ച് വലിക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ അറിയാം, മോദിയുടെ താടിയിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. മനോരമയിലാണോ അതോ മാതൃഭൂമിയിലാണോ എന്നറിയില്ല. ആ കുട്ടിയോട് ചോദിച്ചു അതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ സാറാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സാറാണെന്ന് പറഞ്ഞു. കുട്ടിക്ക് അങ്ങനെ 3 വയസ്സുള്ള കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ അതിനകത്ത് ജാതി മതം ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. മോദി അവിടെ വന്നു, തൻ്റെ രാജ്യത്തെ പൗരന്മാരെ കാണാൻ വന്നു. അവർക്കും വലിയ ആത്മവിശ്വാസമാണ്. പിന്നെ ഈ ആശുപത്രിയിലൊക്കെ വന്നിട്ട് സെലക്ട് ചെയ്ത ആളുകളെ മാത്രമല്ല, അതിനപ്പുറത്ത് ബെഡുകളിൽ കിടക്കുന്ന ആളുകളെ കണ്ടു. അങ്ങനെ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാവുന്നത് അദ്ദേഹം അത് വളരെ കാര്യമായി കാണുകയും ഒരു തവണ കൂടെ ഏരിയൽ സർവേ നടത്തി. ആകാശമാർഗത്തോടെ ഒന്നുകൂടെ ചുറ്റിക്കറന്ന് 2 തവണ കണ്ടു, നടന്നെത്തി കണ്ടു. അപ്പോൾ അതിനെല്ലാം ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മോർബി അണക്കെട്ട് ഗുജറാത്തിൽ തകർന്നല്ലോ, അതുകൊണ്ട് 1500-2000 ആളുകൾ മരിച്ചു എന്നാണ് ഒഫീഷ്യൽ കണക്ക്. ഒരു അണക്കെട്ടൊക്കെ തകർന്ന് വരുമ്പോൾ അതിൽ കൂടുതലുണ്ടാവാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടു വളർന്ന ആളാണ്, അതിലൊക്കെ പങ്കാളിയായ ആളാണ്. എനിക്ക് നിങ്ങളുടെ ദുഃഖം മനസ്സിലാവും, കൈവിടില്ല, കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് മോദി പോയത്. അപ്പോൾ ഞാനിത് കാണുന്നത് അദ്ദേഹം വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെടുത്ത ഒരു നിലപാട്. അപ്പോൾ എന്നും മോദി 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 എന്ന് പറയത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയ്ക്ക് പ്രധാനമന്ത്രി മോദി എന്ന് പറയാൻ വലിയ പാടാണ്. മോദി മോദി എന്നേ പറയത്തുള്ളൂ. ഇന്നലെ ഉടനീളം എല്ലാവരും, മീഡിയ 1 പോലും മോദി, പ്രധാനമന്ത്രി മോദി എന്നാണ് പറഞ്ഞത്. അതൊന്ന്. പിന്നെ വിനു പി ജോണൊക്കെ വലിയ ആവേശഭരിതരാവുന്ന കണ്ടു. അത് അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞതായിരിക്കാം. പക്ഷേ ഈ നമ്മളൊരു ആവേശം കൊണ്ട് മോദിയെ, ഇന്നലെ വരെ മോദിയോട് എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മോദി വന്നുപോയി, എല്ലാം കണ്ടു, ഇനി കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ആ ഹൈപ്പിനകത്തൊരു കെണിയുണ്ടെന്നാണ് ഈ മുൻകാലങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ എടുത്ത നിലപാടുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വലിയ തോതിൽ ഉയർത്തിക്കഴിഞ്ഞിട്ട് അതിനൊപ്പം കേരളം ഇപ്പോൾ 2000 കോടി രൂപ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിനറിയാം, ആർക്കും അറിയാം, ഒരു 2000 കോടി, നമുക്കൊരു 1000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2000 കോടി ചോദിക്കാം, അപ്പോൾ 1000 കിട്ടും. കാരണം ഇത് കണക്കൊക്കെ പരിശോധിച്ച് വെറുതെ ഒന്നുമല്ല, ഇതിനൊക്കെ നോക്കി അസസ്മെൻ്റൊക്കെ നടത്തി പ്രൊജക്ട് റിപ്പോർട്ട് അയക്കാൻ മതി. ഇതൊക്കെ നോക്കിയിട്ട് അതിന് എത്ര തുക വേണം ആ തുക അനുവദിക്കുന്നത്. അപ്പോൾ ഒരു 2000 ചോദിച്ചാലേ 1000 എങ്കിലും 1500 കിട്ടുള്ളൂ.
അപ്പോൾ അതിനുവേണ്ടി 2000 കൊടുത്തു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. കേരളം ചോദിച്ച 2000 കോടി, കേന്ദ്രം 1000 കോടി തന്നു. കേരളത്തിൻ്റെ പ്രതീക്ഷകൾ മോദി തകർത്തു. വളരെ എളുപ്പമാണ്. ഈ നറേറ്റീവ് ഉണ്ടാക്കി അങ്ങ് മുകളിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ഒരു സ്റ്റോറി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു നാടകം കേരളത്തിലെ മാധ്യമങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മൾ ഒരാൾ ഈ അതിബഹുമാനം കാണിക്കുന്ന ആളുകളെ സൂക്ഷിക്കണം, അല്ലേ? അമിത ബഹുമാനം കാണിച്ചാൽ സൂക്ഷിക്കണം. അപ്പോൾ ഇന്നലെ വിനു മുതൽ ബാക്കിയുള്ള ആളുകളുടെ കേരളത്തിലെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടന്നൊരു ജേർണലിസ്റ്റാണ് വിനു. ഒരു പക്ഷേ നിഷ്കളങ്കമായി ചെയ്തതായിരിക്കാം, പക്ഷേ മുൻകാല അനുഭവങ്ങൾ വെച്ച് നമ്മൾ സംശയിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. വിനുവിന് വിഷമം ഉണ്ടായെങ്കിൽ വിനു ക്ഷമിക്കുക, മുൻവിധി കൊണ്ടല്ല, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. കാരണം പക്ഷേ അങ്ങനെ ഒരു അജണ്ട ഇത് കേരളം ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു കാറ്റഗറി പോലും ഇല്ല എന്ന് 2013 അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിയമപ്രകാരം കഴിയില്ല. അത് ഫാക്റ്റാണ്. UPA സർക്കാരിൻ്റെ കാലത്തുള്ള വസ്തുതയാണ്. അതാണ് നിയമപരമായി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് വന്നിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുന്നുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ വഴി ഇതൊരു ദേശീയ ദുരന്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് കരുതാം. അവിടെ ഒരു കുത്താണ്. കാരണം ദേശീയ ദുരന്തമായി നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിൽ പറഞ്ഞത് രേഖകളിലുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാഞ്ഞിട്ടല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അവിടെ വരുന്നു, സന്ദർശിക്കുന്നു, എല്ലാവരെയും കാണുന്നു. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കവർന്ന് വിശ്വാസം നേടി, എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം പകർന്നു നൽകി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസ് മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇത്രയേറെ പ്രധാനമന്ത്രിയെ പ്രശംസിച്ച നല്ല വാക്കുകൾ പറഞ്ഞൊരു സമയം വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സർവാദരണീയമായി അംഗീകാരം നേടിയാണ് പ്രധാനമന്ത്രി പോയത്. അപ്പോൾ അക്കൂട്ടത്തിൽ അങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കരുതാം എന്ന് പറഞ്ഞാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ മോദിയെ ചീത്ത പറയാം. ഒരു കെണി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ വകുപ്പൊന്നും ഇല്ലായിരിക്കാം, എന്നാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഏഷ്യാനെറ്റിലും പറയുന്നത് കിട്ടും. അപ്പോൾ മോദി സ്തുതി ഇന്നലെ നടത്തി, ആവശ്യത്തിലേറെ നടത്തിയത് ഒരു കളിയുടെ ഭാഗമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവർക്കറിയാം എന്തായാലും കേന്ദ്രം പ്രളയത്തിന്റെ കാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് 40,000 രൂപ വേണമെന്നാണ് തോമസ് ഐസക് ആവശ്യപ്പെട്ടത്, ധനകാര്യമന്ത്രി. കേരളം 5,000 കോടി കൊടുത്തു, ബാക്കി 35,000 വേണമെന്ന് പറഞ്ഞു. നമ്മൾ 1-2 ടോക്കി പറഞ്ഞാണ്. 35,000 കൊടുത്തപ്പോൾ ഈ പണമൊന്നും തിരിച്ചു കൊടുക്കേണ്ടാത്ത പണമാണ്. 35,000 കോടി ബാക്കി വേണം എന്ന് പറഞ്ഞ് തോമസ് ഐസക് ഒരു കത്തയച്ചു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും, തിരിച്ചു കിട്ടേണ്ടാത്ത പണമാണല്ലോ. 5,000 കോടി കിട്ടിയതിൻ്റെ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഇതാ, എങ്ങനെ വിനിയോഗിച്ചു, അതിൻ്റെ കണക്കിതാ. പിന്നെ കേന്ദ്രം 35,000 കോടി ചോദിച്ചിട്ടില്ല, കേന്ദ്രത്തോട് കേരളം ചോദിച്ചിട്ടില്ല. അതായത് പൈസ തന്നോ, കണക്ക് ചോദിച്ചാൽ ഞങ്ങൾക്ക് കാശ് വേണ്ട. എന്നിട്ടൊരു വിവാദമുണ്ട്, അത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ആ കിട്ടിയ 5,000 കോടി പോലും HDFC ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരോപണം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും നമ്മൾ ഇടുക്കിയിലൊക്കെ ഉണ്ടായ പല സ്ഥലത്തും അപകടത്തിൽപ്പെട്ടി ഇന്ന് പലരുടെയും ബോഡി കിട്ടാറുണ്ട്. അവിടെ പെട്ടിമുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അത് പുനരധിവാസം നടത്തിയ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇത് രാവിലെ ഇപ്പോൾ പറഞ്ഞ ഏഷ്യാനെറ്റിലൊരു നല്ല സ്റ്റോറി ഉണ്ട്. നമ്മുടെ മറ്റേ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് നല്ല സ്റ്റോറിയാണ്. ഏഷ്യാനെറ്റ് ഗംഭീര സ്റ്റോറികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മാധ്യമം എന്ന നിലയിൽ പല സമയത്തും അവർ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്, ചില സമയത്ത് അവർ ഇറസ്പോൺസിബിളിൻ്റെ തലസ്ഥാനമായി മാറുന്നുണ്ട്. അത് മനഃപൂർവ്വമാണ്. അവർക്ക് രാഷ്ട്രീയം ഇടയ്ക്ക് കഴിയുമ്പോൾ രാഷ്ട്രീയം കൊണ്ട് കയറി വരും, മോദി വിരുദ്ധത, BJP വിരുദ്ധത കയറി വരും. അപ്പോൾ മുത്തങ്ങയിൽ ആളുകൾക്ക് ഒരു ചെറിയ വീടൊക്കെ വെച്ചു കൊടുത്തു. വീട് വെച്ചു കൊടുത്തത് ടാറ്റയാണ്. ഏഷ്യാനെറ്റ് സ്റ്റോറി പറഞ്ഞു. പക്ഷേ അവർക്ക് റോഡില്ല, തൊഴിലില്ല. ആ പണ്ട് പാടത്ത് പണിയെടുത്തിരുന്ന ആളുകളാണ്. അവരെ കൊണ്ട് തേയിലത്തോട്ടത്തിൽ താമസിപ്പിച്ചു. അവർക്ക് തേയില നുള്ളാൻ അറിയില്ല, ജീവിതമാർഗ്ഗമില്ല, ഒരു കട പോലും ഇല്ല, റോഡില്ല. എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കുക, സർക്കാർ കൈവിഴിഞ്ഞു പോവുക എന്ന ലൈനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ആവശ്യപ്പെട്ട തുക കിട്ടിയില്ല, മോദി ചതിച്ചു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല. രാഹുൽ ഗാന്ധി പോലും ആവശ്യപ്പെട്ടതാണ്, മോദി ചതിച്ചു. ഈ ഒരു നെറേറ്റീവ് എപ്പോൾ വരും എന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ. കാരണം ഇതിൻ്റെ പിന്നിലെല്ലാം വളരെ കൃത്യമായ അജണ്ടയുണ്ട്. ആളുകളുടെ പുനരധിവാസമൊന്നുമല്ല. ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ ഇവിടെ ഈ പദ്ധതികൾക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ച ആളുകളുണ്ടല്ലോ, നമ്മുടെ DP വേൾഡിൻ്റെ വല്ലാർപാടം പ്രൊഡക്റ്റ്, അവരുടെ പുനരധിവാസം അവിടെ പോയി. സമരം ചെയ്തവരെ മടുത്തു, അവരൊക്കെ പോയി.
സമരം ചെയ്യാനും ഒരു ശക്തി വേണ്ടേ? അതെ, ആളുകൾ നിസ്സഹായരായ മനുഷ്യരാണ്. പക്ഷേ ഇതിനിടയ്ക്ക് രാഷ്ട്രീയ ലാക്കോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ രാഷ്ട്രീയമായി തന്നെ കാണണം. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കേന്ദ്രം കേരളത്തിന് ആവശ്യമായ ധനസഹായം നൽകും എന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നൽകേണ്ടതുമാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം അങ്ങനെ കരുതുന്നില്ലെങ്കിലും, കേരളത്തിലെ പലരും അങ്ങനെ കരുതുന്നില്ലെങ്കിലും, കാരണം മോദി ഇന്നലെ വന്നപ്പോൾ സർവ്വപാഠികളും വന്നിട്ടുണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ ഒന്ന് തലകുത്തി വീണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്ത പുന്നാര മക്കളുള്ള നാടാണിത്. പറയാതെ അറിയില്ല. അത്ര മഹാന്മാരായ ആളുകൾ ജീവിക്കുന്ന നാടാണ് കേരളം. അവിടെ ഈ എന്തിനേയും രാഷ്ട്രീയമാണ്. നമുക്ക് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുകയാണ്. അത്ര നീചന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. ഇനി സംഭവിക്കാൻ വരുന്നൊരു സ്റ്റോറി എന്നറിയോ? കേന്ദ്രം സൈന്യം ഇടപെടൽ നടത്തിയല്ലോ, ഹെലികോപ്റ്ററൊക്കെ വന്നു. ഇപ്പോഴും ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മളെന്ന് പറഞ്ഞില്ലേ പീകോക്കിന്റെ പടമുള്ളൊരു ഹെലികോപ്റ്റർ, അത് എയർഫോഴ്സിൻ്റെ ആണോ ഒരു സംശയം നമുക്ക് അന്ന്. എയർഫോഴ്സിന് ഒരു ഗ്രേ കളർ ഹെലികോപ്റ്ററൊക്കെ അല്ലേ വരുള്ളൂ. അത് ഇന്ത്യൻ എയർഫോഴ്സിന് അതിൽ എഴുതിയിട്ടുണ്ട്. എയർഫോഴ്സിന് അങ്ങനത്തെ ഹെലികോപ്റ്ററും ഉണ്ട്. അതിലാണിപ്പോൾ ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ടൊക്കെ പോകുന്നത്. ഇനി അവസാനം വരാൻ പോകുന്നത് രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം ബില്ലയച്ചു. ഉറപ്പാണ് കേന്ദ്രം ബില്ലയക്കും. കാരണം ഇത് സർക്കാരിൻ്റെ പണമല്ലേ, അതെ, അത് അക്കൗണ്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഇത്രയായി എന്ന് പറഞ്ഞ് കേരളത്തിന് വേണ്ടി എയർഫോഴ്സിൻ്റെ ആർമിയുടെയും ചില ഇത്ര ഒരു ബില്ലിംഗ് കൊണ്ട് അയക്കും. അത് ഉടനെ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കണമെന്നില്ല. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യും. കേരളമായിട്ടുള്ള മറ്റേതെങ്കിലും കണക്കുകളിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ വീട്ടിലെ പൈസ എടുത്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും കണക്കില്ലേ, കണക്ക് വേണം. ഇതിന് ഓഡിറ്റുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്രത്തിലുമുള്ള എല്ലാ ഫണ്ടിനെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ നിയന്ത്രണമുണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ അല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആ ഓഡിറ്റിൻ്റെ ഭാഗമായി ഈ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല പൈസ എങ്കിലും മേടിച്ചുകൊണ്ട് പോകാനല്ല. ഇനി നോക്കൂ, ഉറപ്പായിട്ടും ഒരു 2-3 മാസം കഴിയട്ടെ, എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഒരു ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേന്ദ്രം 500 കോടിയുടെ ബില്ല് അയച്ചു. ഉടനെ ഇവിടെ സോഷ്യൽ മീഡിയ തന്നെ നരേന്ദ്രമോദി പണ്ടേ ചെറ്റയാണ്, തെമ്മാടിയാണ്, തെണ്ടിയാണ്. ഒരു മടിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇത്ര നീചമായ ഭാഷ ഉപയോഗിക്കുന്ന ഏക ജനത കേരളത്തിലായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തതെങ്കിൽ, അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ആദരവ് പരിഗണനയൊക്കെ കൊടുത്ത് ഇന്ത്യ ആണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളമെന്ന ബോധ്യം, ഇപ്പോൾ കട്ടിംഗ് സൗത്തിൻ്റെയൊക്കെ ആളുകളാണ് ഇതിൽ പലരും, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ കേരളം എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും നിസ്വാർത്ഥവുമായാണ് മോദിയെ ഇന്നലെ പ്രശംസിച്ചതെങ്കിൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അവർക്ക് വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചതെങ്കിൽ, കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമക്കാർക്കും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. വിനു വി ജോൺ മുതൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത സകല പേർക്കും നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ദേശീയത, ഇതാണ് നാഷണലിസം, ഇതാണ് മാധ്യമ സംസ്കാരം, ഇതാണ് നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെ മുന്നോട്ട് പോകട്ടെ. കേന്ദ്രം കേരളത്തിന് അർഹമായ എല്ലാ സഹായവും നൽകട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം ഇതുപോലെ കവർന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതിന് സഹായിച്ചത് നിശ്ചയമായും നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾക്കെല്ലാം നമുക്ക് ഒരു കരുതൽ വേണം. ആ കരുതൽ രാജ്യത്തിന് വേണ്ടിയാണ്. മാധ്യമങ്ങളുടെ ഈ കരുതൽ തുടർന്നുകൊണ്ടാവണം. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി പിന്നീട് അടികൊടുക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഹൈപ്പും നറേറ്റീവുമാണെങ്കിൽ അത് വളരെ മോശമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ചെയ്തുള്ള പാരമ്പര്യവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സംശയം ഇതിനകത്ത് പ്രകടിപ്പിച്ചത്. ഏതായാലും അത് തെറ്റാണെങ്കിൽ കേരളത്തിലെ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ, നമ്മളെപ്പോലെ തന്നെ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരാണ്. പക്ഷേ അവർ മുൻകാലങ്ങളിൽ ചെയ്ത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ, പതിവില്ലാത്ത സ്നേഹം കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. അത് നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഉള്ളതാണെങ്കിൽ അവർക്ക് കൂപ്പുകൈ, അല്ലെങ്കിൽ ഇതും ജനം കാണും എന്ന് നമുക്ക് പറയാം. കേന്ദ്രത്തിൻ്റെ തീരുമാനം ഉടൻ വരുമെന്നും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.